ശ്രീ പരമേശ്വരന്റെ അരുമശിഷ്യനായിരുന്നു മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ രാമൻ. ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനായിരുന്നു രാമൻ. ഒരിക്കൽ ദേവാസുര യുദ്ധം ഉണ്ടായപ്പോൾ ശ്രീപരമശിവൻ രാമനെ വിളിച്ച് അസുരന്മാരെ യുദ്ധം ചെയ്ത് ഓടിക്കുവാൻ പറഞ്ഞു. എന്നാൽ രാമൻ നിരായുധനായിരുന്നു. എങ്കിലും മഹാവിഷ്ണുവിന്റെ തേജസ്സോടെയും പരമശിവന്റെ അനുഗ്രഹത്താലും യുദ്ധം ചെയ്ത രാമൻ യുദ്ധത്തിൽ വിജയിച്ചു. ഇതുകണ്ട് സംതൃപ്തനായ പരമേശ്വരൻ രാമന് ഒരു മഴു സമ്മാനിച്ചു. അന്ന് മുതലാണ് രാമൻ പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരിക്കൽ തന്റെ ഗുരുവായ പരമശിവനെ കാണുവാനായി പരശുരാമൻ കൈലാസത്തിലെത്തി. എന്നാൽ കൈലാസത്തിനു കാവലായി അവിടെ ബാലകനായ ഗണപതി നിൽപ്പുണ്ടായിരുന്നു. തന്നെ ഒട്ടും ശ്രദ്ധിക്കാതെ കൈലാസത്തിലേക്കു കയറിപ്പോകാൻ ശ്രമിച്ച പരശുരാമനെ തടഞ്ഞുകൊണ്ട് ഗണപതി പറഞ്ഞു, ഇപ്പോൾ അങ്ങോട്ട് പോകുവാൻ സാധിക്കില്ല. പിതാവ് ഇപ്പോൾ ധ്യാനത്തിലാണ്. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പരശുരാമനാണ്, അദ്ദേഹത്തെ എനിക്കിപ്പോൾ കണ്ടേ മതിയാകൂ. അപ്പോൾ ഗണപതി പറഞ്ഞു, പരശുരാമനായാലും ശ്രീരാമനായാലും ഇപ്പോൾ കടത്തിവിടില്ല. ധ്യാനത്തിലിരിക്കുന്ന ഗുരുവിനെ ശല്യം ചെയ്യുന്നയാൾ എങ്ങനെ ഒരു നല്ല ശിഷ്യനാവും? ഇതു കേട്ട പരശുരാമൻ കോപം കൊണ്ട് ജ്വലിച്ചു. നീ എന്നെ കടത്തിവിടില്ലേ? ഇല്ലെന്നു ഗണപതിയും. എന്നെ തടയാൻ ഇന്ന് വരെ ആരും ശ്രമിച്ചിട്ടില്ലെന്ന് പരശുരാമൻ പറഞ്ഞു. എന്നാൽ ഇന്ന് അത് നടക്കുമെന്ന് ഗണപതിയും പറഞ്ഞു. പറ്റുമെങ്കിൽ തടയൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മഴുവും കയ്യിൽ പിടിച്ചു പരശുരാമൻ മുൻപോട്ടുപോയി. തലകുലുക്കി തുമ്പിക്കൈ വീശി ഗണപതി തടയുവാനായി നിന്നു. ദേഷ്യം വന്ന പരശുരാമൻ മഴു എടുത്തു വീശി അത് കൊണ്ടത് ഗണേശന്റെ കൊമ്പിലായിരുന്നു. ഒരു കൊമ്പ് മുറിഞ്ഞു നിലത്തു വീഴുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പരശുരാമൻ നടന്നു പോകുകയും ചെയ്തു. ധ്യാനത്തിൽ നിന്നും ഉണർന്നു നോക്കിയ പരമശിവൻ കാണുന്നത് ദേഷ്യമടക്കാൻ ശ്രമിക്കുന്ന തന്റെ പ്രിയ ശിഷ്യനെയും തുമ്പികയിൽ ചോര ഒലിപ്പിച്ചു നിൽക്കുന്ന പ്രിയപുത്രനെയുമാണ്. അതുകണ്ടപ്പോൾ തന്നെ ശിവപാർവതിമാർക്ക് കാര്യം മനസ്സിലായി. എന്നാൽ ആരോട് എന്തുപറയും എന്ന് അറിയാതെ മഹാദേവൻ കുഴങ്ങി. രണ്ടുപേരും പ്രിയപ്പെട്ടവർ തന്നെയാണല്ലോ. എന്നാൽ പാർവതി ദേവിക്ക് അതിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ദേവി കോപത്താൽ പരശുരാമനെ ശപിക്കാൻ ഒരുങ്ങി. എന്നാൽ മഹാദേവൻ ഇടപെട്ടു ദേവിയെ ശാന്തിയാക്കി. ഉടനെ തന്നെ പരശുരാമന് തന്റെ തെറ്റ് മനസ്സിലാവുകയും എല്ലാവരോടും ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഗണപതിയും പരശുരാമന് മാപ്പു നൽകി തിരിച്ചയച്ചു. ഇപ്രകാരമാണ് ഗണപതി ഭഗവാന് ഒരു കൊമ്പ് നഷ്ടമായത് എന്ന് പറയപ്പെടുന്നു.